അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് സീരീസിലെ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇതിൽ പാർട്ട് 1ലും 2ലും നമ്മൾ കുറേ കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ക്വസ്റ്റ്യൻ എന്നിട്ട് അത് സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രോബ്ലം എക്സാമിന് അല്ലെങ്കിൽ നിങ്ങളാണ് പ്രോബ്ലം ചെയ്യേണ്ടി വരിക. പ്രോബ്ലം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ വേറൊരാൾ ചെയ്യുന്നത് നോക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ, ആശയങ്ങൾ, കോൺസെപ്റ്റുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പ്രോബ്ലം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ എടുത്ത് വായിച്ച് നിങ്ങൾ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറൊരാൾ ചെയ്യുന്നതിൽ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഐഡിയാസും കോൺസെപ്റ്റുകളും എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കുറച്ച് കോൺസെപ്റ്റുകൾ പ്രോബ്ലത്തിലൂടെ കടന്നു പോകുമ്പോൾ കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ അത് ഫസ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് വീഡിയോയിലൊക്കെ പറഞ്ഞ കോൺസെപ്റ്റാണ്. പക്ഷെ ഒന്നുകൂടി നല്ല രീതിയിൽ ഞാനത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടോട്ടലായിട്ട് കാണുമ്പോൾ മുമ്പ് പാർട്ട് 1ലും 2ലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ചിലപ്പം ഇവിടെ ഈ പ്രോബ്ലത്തിൻ്റെ കൂടെ പറയുമ്പോൾ സാധനം ക്ലിയർ ആവും. അത് വർക്കായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ കോൺസെപ്റ്റ് നല്ല രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അത് വർക്കായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്നുകൂടി നമ്മൾ ഓൾറെഡി പറഞ്ഞ കോൺസെപ്റ്റ് ഒരു ചെറിയൊരു സാധനം ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലമായി റിലേറ്റ് ചെയ്തിട്ട് അത് ഒന്നുകൂടി പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതായത് നമുക്ക് മാർജിനൽ കോസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാം. കോസ്റ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യും: വാരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ്. അതിൽ വാരിയബിൾ കോസ്റ്റിനെ മാത്രമേ കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് അതിൻ്റെ വാരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷനാണ് നമുക്ക് കിട്ടുക. കോൺട്രിബ്യൂഷനാണ് ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് PV റേഷ്യോ എന്നൊക്കെ പറയുന്ന റേഷ്യോ, കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ ഒക്കെ ഉള്ളത്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് അവിടെ ഉണ്ട്. പക്ഷേ അതിനെങ്ങനെ കവർ ചെയ്യാന്ന് വെച്ചാൽ ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാൻ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ നോക്കി ബ്രേക്ക് ഇവൻ പോയിന്റ് ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെയാണ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യുക. ഈ കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യുക. അങ്ങനെ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി തുടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു രീതി. അത് ക്ലിയർ ആയിട്ട് പാർട്ട് 1ൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി ബ്രീഫായി പറഞ്ഞതേ ഉള്ളൂ. എനിക്കിവിടെ ഇപ്പോൾ നിങ്ങളോട് പറയേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ഇവൻ പോയിന്റിൽ, അതായത് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ആകുന്ന ആ പോയിന്റിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷനാണ്. അതായത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ആകുന്ന പോയിൻ്റാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ആ പോയിന്റിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റാണ്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് വാരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും ഉൾപ്പെടുന്നതാണ്. നമ്മൾ ഈ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ വാരിയബിൾ കോസ്റ്റിനെ നമ്മൾ കോസ്റ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ സെല്ലിംഗ് പ്രൈസിലൂടെ അത് നമ്മൾ കവർ ചെയ്ത് പോകും. അങ്ങനെയാണ് നമ്മൾ ഈ കോൺട്രിബ്യൂഷനിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓരോ പെർ യൂണിറ്റ് സെല്ല് ചെയ്യുമ്പം തന്നെ ആ സെല്ലിംഗ് പ്രൈസിൻ്റെ ഉള്ളിൽ തന്നെ അതിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ, അത് ഓരോ യൂണിറ്റിൽ തന്നെ നമ്മൾ വാരിയബിൾ കോസ്റ്റിനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതായത് വാരിയബിൾ കോസ്റ്റ് നമ്മൾ ഓരോ യൂണിറ്റിനനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കോൺട്രിബ്യൂഷനിൽ എത്തുന്നത്. ബട്ട് വാട്ട് അബൌട്ട് ഫിക്സ്ഡ് കോസ്റ്റ്? ഫിക്സ്ഡ് കോസ്റ്റിനെ നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ വേറൊരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് തന്നെ പറയുന്നത്. അതിൻ്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ കവർ ചെയ്യുക. അതൊരു പീരീഡ് കോസ്റ്റായിട്ടാണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ടോട്ടൽ എമൗണ്ടിനെ എങ്ങനെയാണ് കവർ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മൾ എത്തി. വാരിയബിൾ കോസ്റ്റ് ഓരോ യൂണിറ്റിൻ്റെ കൂടെ തന്നെ കവർ ചെയ്ത് അത് സോൾവ് ചെയ്ത് നമ്മൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് വേണം നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാൻ. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ആയിട്ടാണ് ഉണ്ടാകുക. പീരീഡ് കോസ്റ്റാണ്, ഒരു പീരീഡിലേക്കുള്ള കോസ്റ്റ് ആയതുകൊണ്ട് അത് ടോട്ടലായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഓരോ യൂണിറ്റ് സെല് ചെയ്യുന്ന സമയത്തും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കോൺട്രിബ്യൂഷനുകൾ ഉണ്ടായി ഫിക്സ്ഡ് കോസ്റ്റ് എമൗണ്ടിന് ഈക്വൽ ആകുന്നവരെ കോൺട്രിബ്യൂഷൻ
ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈക്വൽ ആകുന്ന ആ പോയിന്റിലാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് സംഭവിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഗ്രാഫിക്കലി ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാണെങ്കിൽ, ഇതിപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ നിന്നുണ്ടാകുന്ന സംഭവമാണ്. അതായത് സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. അതൊരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ് ഒരു കോൺട്രിബ്യൂഷൻ. അങ്ങനെ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ, അങ്ങനെ ഓരോ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷനുകൾ ഇങ്ങനെ കോൺട്രിബ്യൂഷൻ അത് എത്രത്തോളം വലുതാണോ അത്ര വേഗത്തിൽ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യപ്പെടും. നമുക്കിപ്പോൾ ഈ ഒരു ലൈനിനെ ഫിക്സ്ഡ് കോസ്റ്റ് എൻ്റെ എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോ കോൺട്രിബ്യൂഷൻ ഇങ്ങനെ ഉണ്ടായി കോൺട്രിബ്യൂഷൻ സെയിം എമൗണ്ട് ആയിരിക്കും. അത് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു സെയിം എമൗണ്ട് ഇങ്ങനെ ഉണ്ടായി ഇവിടെ എത്തിയിട്ട് വേണം എന്ത് ഫിക്സ്ഡ് കോസ്റ്റിനെ കവർ ചെയ്യാൻ. അങ്ങനെ ഫിക്സ്ഡ് കോസ്റ്റിനെയും കൂടി കവർ ചെയ്യുന്ന സമയത്തെ എന്ത് സംഭവിക്കും? ബ്രേക്ക് ഇവൻ പോയിന്റ് സംഭവിക്കും. അപ്പോൾ ഞാൻ ഇത്ര സമയം കൊണ്ട് പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ്, അതായത് ഇവിടെ ബ്രേക്ക് ഇവൻ പോയിന്റ് സംഭവിക്കും. ഫിക്സ്ഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ വെച്ച് കവർ ചെയ്യുന്ന ഇവിടെ ബ്രേക്ക് ഇവൻ പോയിന്റ് സംഭവിക്കും. ആ പോയിന്റിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ആണ് എന്നുള്ള പോയിന്റാണ് എനിക്ക് പറയേണ്ടത്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ഫോർ എക്സാമ്പിൾ 45 ആയിട്ട് എടുത്താൽ, ഇനി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5 ആണെന്ന് നമ്മൾ എടുത്താൽ, അങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ഇങ്ങനെ 5 അങ്ങനെ ഓരോ പ്രൊഡക്റ്റിലും കോൺട്രിബ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ എത്ര 9 കോൺട്രിബ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യും. അതായത് അവിടെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ ആ 9 ഉണ്ടാകുന്ന സമയത്ത് ഇതാണ് കോൺട്രിബ്യൂഷൻ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഇത് 9 അങ്ങനെയാകുമ്പോൾ 45. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 45. ഇതന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ബ്രേക്ക് ഇവൻ പോയിന്റിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ക്ലിയർ. ജസ്റ്റ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയാം. ഇനിയിപ്പം ഇവിടെ ഇപ്പോൾ 9 പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഇതൊരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ മീൻസ് എമൗണ്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഫിക്സ്ഡ് കോസ്റ്റിന് ശേഷമുള്ള സാധനം എന്തായിരിക്കും? പ്രോഫിറ്റാണ്. ഇത് ഞാൻ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞതാണ്, പക്ഷേ ഒന്നുകൂടി ഇവിടെ പറഞ്ഞ് വേറൊരു രീതിയിൽ പറഞ്ഞ്. ഓക്കെ, അത് ഈ പ്രോബ്ലമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി പറയുമ്പോൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റും പ്രോഫിറ്റും ചേർന്നതാണ് കോൺട്രിബ്യൂഷൻ. അതായത് ആദ്യം അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യും, അങ്ങനെ പ്രോഫിറ്റിലേക്ക് എത്തും. അതായത് കോൺട്രിബ്യൂഷൻ്റെ ഉള്ളിൽ ഫിക്സ്ഡ് കോസ്റ്റും ഉണ്ട്, പ്രോഫിറ്റും ഉണ്ട്. പക്ഷേ ബ്രേക്ക് ഇവൻ പോയിന്റിലെ കോൺട്രിബ്യൂഷൻ്റെ ഉള്ളിൽ ഫിക്സ്ഡ് കോസ്റ്റ് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടാണ് അത് ബ്രേക്ക് ഇവൻ പോയിന്റ് ആകുന്നത്. അവിടെ പിന്നെ പ്രോഫിറ്റ് ഉണ്ടായാൽ പിന്നെ അത് ബ്രേക്ക് ഇവൻ പോയിന്റ് അല്ല. കാരണം അവിടെ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ അല്ല. ടോട്ടൽ കോസ്റ്റിനേക്കാളും കുറച്ച് കൂടുതൽ റവന്യൂ ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റിലെ കോൺട്രിബ്യൂഷനിൽ ഫിക്സ്ഡ് കോസ്റ്റ് മാത്രമേ അടങ്ങിയിട്ടുണ്ടാവും. പ്രോഫിറ്റ് 0 ആയിരിക്കും ബ്രേക്ക് ഇവൻ പോയിന്റിലെ കോൺട്രിബ്യൂഷനിൽ. ഒന്നും കൂടി പറയാം, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം, ഇക്വേഷനിൽ അങ്ങനെയാണ്. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റിലെ കോൺട്രിബ്യൂഷനിൽ ഫിക്സ്ഡ് കോസ്റ്റ് മാത്രമേ ഉണ്ടാവൂ. കാരണം അതുകൊണ്ടാണ് അത് ബ്രേക്ക് ഇവൻ പോയിന്റ് ആകുന്നത്. അവിടെ പ്രോഫിറ്റിൻ്റെ ഒരു അംശം, ഒരു എലമെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഇവൻ പോയിന്റ് അല്ല ഉണ്ടാവും. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ എന്ന പോയിന്റ് അല്ലേ. അവിടെ പ്രോഫിറ്റിൻ്റെ എലമെൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ കോസ്റ്റിനേക്കാളും കൂടുതൽ എന്തോ ഒരു എമൗണ്ട് ഉണ്ട് എന്നുള്ളതല്ല. അപ്പോൾ അത് ബ്രേക്ക് ഇവൻ പോയിന്റ് അല്ലല്ലോ. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ആണ്. അതിൽ വാരിയബിൾ കോസ്റ്റ് ഓൾറെഡി കവർ ചെയ്തിട്ട് കോൺട്രിബ്യൂഷനിലെത്തും. എന്നിട്ട് ആ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റിലെത്തും. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഇവൻ പോയിന്റിലെ കോൺട്രിബ്യൂഷനിൽ ഫിക്സ്ഡ് കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഇത്ര സമയം പറയുന്ന പോയിന്റ്, അറ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ് 0 ആയിരിക്കും. നമുക്കപ്പോൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ റേഷ്യോ ഓഫ് വാരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് ഈസ് 70%. നമുക്കിവിടെ ഒരു വാരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് റേഷ്യോ 70% ആണ് തന്നിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു റേഷ്യോ, അതായത് PV റേഷ്യോ. അതെന്താ പറയുന്നത് വെച്ചാൽ സെയിൽസ് 100 ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഇത്രയാണ്,
അതേപോലെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വാരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് ആണ്. അതായത് സെയിൽസ് 100 ആണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് 70 70% ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഒക്കേഴ്സ് അറ്റ് 60% ഓഫ് ദി കപ്പാസിറ്റി സെയിൽസ്. അതായത് ആ ഫേമിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ സെയിൽസ് നടത്താൻ പറ്റിയ ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ 60% ലെവലിൽ സെയിൽസ് നടത്തുമ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തും. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ കപ്പാസിറ്റി സെയിൽസ് വെൻ ഫിക്സ്ഡ് കോസ്റ്റ്സ് ആർ 90,000. ഫിക്സ്ഡ് കോസ്റ്റ് 90,000 ആണെന്ന് എടുത്താൽ കപ്പാസിറ്റി സെയിൽസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതുപോലെ ഓൾസോ കമ്പ്യൂട്ട് പ്രോഫിറ്റ് അറ്റ് 75% ഓഫ് ദി കപ്പാസിറ്റി സെയിൽസ്. അതായത് അവർ ആ കപ്പാസിറ്റീൻ്റെ 75% സെയിൽസ് നടത്തുമ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇവിടെ 2 കാര്യം കണ്ടുപിടിക്കാൻ പറയുന്നത്. ഒന്ന്, അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, സെയിൽസ് നടത്താനുള്ള ഫുൾ കപ്പാസിറ്റി, ആ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്, അതായത് 100% എത്രയാണ്. അതുപോലെ 75%, 75% സെയിൽസ് നടത്തുമ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നൊരു ഇൻഫർമേഷൻ അതിൻ്റെ 60%ലാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 90,000 ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഞാൻ ഇത്ര സമയവും പറഞ്ഞൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം, ഈ 60% സെയിൽസ് നടത്തുമ്പോൾ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും. അതായത് 60% സെയിൽസ് നടത്തുമ്പോഴാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും, അതായത് ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും. ബ്രേക്ക് ഈവൻ പോയിന്റിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അപ്പോൾ 60% സെയിൽസ് നടത്തുമ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 90,000 ആണ്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണെന്നുള്ളത്. ഓക്കെ, അതുപോലെ നമുക്ക് വാരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് സെയിൽസ് 100 ആണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് 70 എന്ന് പറയുന്ന റേഷ്യോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിച്ചൂടെ. അതായത് പി വി റേഷ്യോ എന്ന് പറയുന്നത് സെയിൽസ് 100 ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് പറയുന്ന റേഷ്യോ. അതിന് നമുക്കിവിടെ ഇക്വേഷൻസ് ഇല്ലേ നമ്മൾ കണ്ടേ. അതായത് സെയിൽസ് 100 ആണ്, വാരിയബിൾ കോസ്റ്റ് 70 ആണ്. അപ്പോൾ 100 - 70 ചെയ്താൽ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും, 30 കിട്ടും. സെയിൽസ് 100 ആകുമ്പോൾ കോൺട്രിബ്യൂഷൻ 30 ആണ്. റേഷ്യോ കിട്ടി, പി വി റേഷ്യോ കിട്ടി, 30% ആണ് പി വി റേഷ്യോ. പി വി റേഷ്യോ കിട്ടി, ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടി, ബ്രേക്ക് ഈവൻ പോയിന്റ് ഏത് ലെവലിലാണെന്നൊക്കെ കിട്ടി. ഇനി ബാക്കിയുള്ള കണ്ടുപിടിക്കാൻ പണിയില്ല. നമുക്കത് പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ പി വി റേഷ്യോ കിട്ടി. ഞാൻ പറഞ്ഞ ഇതാ, സെയിൽസ് 100 - 70 വാരിയബിൾ കോസ്റ്റ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ 30% ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ പി വി റേഷ്യോ എന്ന് പറയുന്നത് 30% ആണ്. സെയിൽസ് 100 ആകുമ്പോൾ കോൺട്രിബ്യൂഷൻ 30 ആണെന്നുള്ളത് അതിൽ നിന്ന് തന്നെ കിട്ടി. അങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 90,000. ഫിക്സ്ഡ് കോസ്റ്റും പി വി റേഷ്യോയും വെച്ചിട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. പ്രീവിയസ് വീഡിയോയിൽ ഇത് എക്സാമ്പിൾസ് ആയത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ്. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റും ഉണ്ട്, പി വി റേഷ്യോ നമ്മൾ ഈ ഇൻഫർമേഷനിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ പി വി റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 90,000 ഡിവൈഡ് ബൈ 0.3 വരും. 30% എന്ന് പറഞ്ഞാൽ 30/100 ആണ്. അത് സോൾവ് ചെയ്താൽ 0.3 ആണ് വരാം. അപ്പോൾ 90,000 ഡിവൈഡ് ബൈ 0.3 ചെയ്താൽ നമുക്ക് ബി ഇ പി സെയിൽസ് കിട്ടും. ഇവിടെ ഇപ്പം ബി ഇ പി സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഫേമിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ 60% ആണ് നമ്മൾക്ക് കിട്ടുക ബി ഇ പി സെയിൽസ് എന്ന് പറയുന്നത്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഈ കപ്പാസിറ്റീൻ്റെ 60% സെയിൽസ് നടത്തുമ്പോൾ അവിടെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് കണ്ടുപിടിച്ചാൽ അത് കപ്പാസിറ്റീൻ്റെ 60% ആയിരിക്കും. അങ്ങനെ ആ 60% കിട്ടിയാൽ അതിനെ 100ലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് പോവാം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. പ്രീവിയസ് വീഡിയോയിൽ ഇത് എക്സാമ്പിൾസ് ആയത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ്. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റും ഉണ്ട്, പി വി റേഷ്യോ നമ്മൾ ഈ ഇൻഫർമേഷനിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ പി വി റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 90,000 ഡിവൈഡ് ബൈ 0.3 വരും. 30% എന്ന് പറഞ്ഞാൽ 30/100 ആണ്. അത് സോൾവ് ചെയ്താൽ 0.3 ആണ് വരാം. അപ്പോൾ 90,000 ഡിവൈഡ് ബൈ 0.3 ചെയ്താൽ നമുക്ക് ബി ഇ പി സെയിൽസ് കിട്ടും. ഇവിടെ ഇപ്പം ബി ഇ പി സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഫേമിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ 60% ആണ് നമ്മൾക്ക് കിട്ടുക ബി ഇ പി സെയിൽസ് എന്ന് പറയുന്നത്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഈ കപ്പാസിറ്റീൻ്റെ 60% സെയിൽസ് നടത്തുമ്പോൾ അവിടെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് കണ്ടുപിടിച്ചാൽ അത് കപ്പാസിറ്റീൻ്റെ 60% ആയിരിക്കും.
അങ്ങനെ ആ 60% കിട്ടിയാൽ അതിനെ 100ലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് പോവാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ആൻസർ 3 lakh ആണെന്ന് കിട്ടും. അതായത് 3 lakh എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ബ്രേക്ക് ഇവൻ പോയിന്റ് സെയിൽസ് ആണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് സെയിൽസ് എത്ര പെർസെൻറ്റേജിലാണ്, അതായത് ഏത് കപ്പാസിറ്റി ലെവലിലാണ് അത് നിൽക്കുന്നത്? കപ്പാസിറ്റീൻ്റെ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റീൻ്റെ ഉണ്ട്, അതായത് 100. അതിൻ്റെ 60%ലാണ് ഈ 3 lakh നിൽക്കുന്നത്. ഈ 3 lakhനെ 100ലേക്ക് മാറ്റിയാൽ മതി. 3 lakh എന്ന് പറയുന്നത് 60% ആണെങ്കിൽ അത് നേരെ തിരിച്ചിട്ടിട്ട് ഇക്വേഷനിൽ ചെയ്താൽ നമുക്ക് 100% എത്രയാണെന്നുള്ളത് കിട്ടും. ഇതാ ഇങ്ങനെ ഫുൾ കപ്പാസിറ്റി, അത് ഏതൊരു എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഇൻറ്റു 60/100, അതായത് ഇതിൻ്റെ 60% ആണ് എന്ത്, 3 lakh എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫുൾ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം, നേരെ തിരിച്ച് ചെയ്യണം. അപ്പോൾ എന്ത് വരും, 3 lakh ഇൻറ്റു ഇത് നേരെ റെസിപ്രോക്കലാവും, ഇത് ഇൻറ്റു ആണ്, ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 3 lakh ഇൻറ്റു 100/60 ആവും. അത് സോൾവ് ചെയ്താൽ ഫുൾ കപ്പാസിറ്റി കിട്ടും, അതായത് 5 lakh വരാം. നമുക്കൊന്ന് നോക്കി നോക്കാം. അത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 100% ഓഫ് കപ്പാസിറ്റി കിട്ടി, അതായത് 5 lakh കിട്ടി. നേരെ തിരിച്ച് ചെയ്തപ്പോൾ ആൻസർ കിട്ടി, അതായത് കപ്പാസിറ്റി എത്രയാണെന്നുള്ളതാണ് ആദ്യ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി 5 lakh ആണ്. എന്താ ചെയ്തതെന്നുള്ളത് ഒന്നുകൂടി പറയാം വേണേൽ. അതായത് നമുക്ക് വാരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് പി വി റേഷ്യോ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം അവരത് 100ൽ തന്നെയാണ് തന്നത്. 100 സെയിൽസ് 100 ആകുമ്പോൾ വാരിയബിൾ കോസ്റ്റ് 70 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ 30 ആണ്. എപ്പോൾ സെയിൽസ് 100 ആകുമ്പോൾ തന്നെ. അങ്ങനെ പിന്നെ അത് തന്നെയാണ് പി വി റേഷ്യോ. അപ്പോൾ പി വി റേഷ്യോ കിട്ടി, ഫിക്സ്ഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് സെയിൽസ് ഏത് ലെവലിലാണെന്നുള്ളത് തന്നിട്ടുണ്ട്. കപ്പാസിറ്റീൻ്റെ 60%ലാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 60%ലുള്ള സാധനം നമ്മൾ കണ്ടുപിടിച്ച്, അതായത് ബ്രേക്ക് ഇവൻ പോയിന്റിൽ ഇല്ല സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളെ കൈമുണ്ട്. അങ്ങനെ അത് കണ്ടുപിടിച്ച് എന്നിട്ട് 60%ലുള്ള സാധനം കണ്ടുപിടിച്ചിട്ട് അതിനെ 100%ലാക്കി നമുക്ക് 5 lakh കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നത്, അതായത് 75% സെയിൽസ് നടത്തുമ്പോൾ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത്. അതിനെന്ത് വേണം, 5 lakh ആണ് 100 കപ്പാസിറ്റി, അതായത് ഫുൾ കപ്പാസിറ്റി. അപ്പോൾ 5 lakh ഇൻറ്റു 75% കാണണം. അപ്പോൾ ആ ലെവലിലുള്ള സെയിൽസ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കിട്ടും. എന്നിട്ട് ആ സെയിൽസ് എമൗണ്ടിൽ നിന്ന് പി വി റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടും. അതിപ്പോൾ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ 75% ഓഫ് കപ്പാസിറ്റി സെയിൽസ് കണ്ടുപിടിച്ച് എത്രയാണ്, 5 lakh ആണ് ഫുൾ കപ്പാസിറ്റി. അതിൻ്റെ 75% എന്ന് പറയുന്നത് 3,75,000 ആണെന്ന് കണ്ടുപിടിച്ച്. ഇനി നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. കാരണം പി വി റേഷ്യോ തന്നിട്ടുണ്ട്. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് പറയുന്ന റേഷ്യോ. അതായത് സെയിൽസ് 100 ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്, അതായത് 3,75,000, അതായത് 75% ഓഫ് ദി കപ്പാസിറ്റി സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. അതായത് പി വി റേഷ്യോ എന്ന് പറയുന്നത് 30/100. ഈ 30 എന്ന് പറയുന്നത് സെയിൽസ് 100 ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ 30 ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെയിൽസ് നമുക്ക് ഇതാണ് വേണ്ടത്. അതായത് 3,75,000 സെയിൽസ് ആകുമ്പോൾ കോൺട്രിബ്യൂഷൻ എത്രയാവും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. 100 ആകുമ്പോൾ 30 ആണെന്നുള്ളതാണ് റേഷ്യോ, അത് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയേണ്ടത് 3,75,000 സെയിൽസ് നടക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ എത്രയാണ്. അതായത് 100ന് കോൺട്രിബ്യൂഷൻ 30 ആണ്. അങ്ങനെയാണെങ്കിൽ 3,75,000 കോൺട്രിബ്യൂഷൻ എത്രയാണ്, അത് നോക്കാനുള്ള മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ നടത്തുന്നത്. ഇങ്ങനെയൊക്കെ മീനിങ് ഉണ്ട് ഇതിന്. ഇങ്ങനെയൊക്കെ മീനിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ പി വി റേഷ്യോൻ്റെ ഉപകാരം. ഒരു ഉപകാരം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൊരു പി വി റേഷ്യോ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണ്, 100ൽ ഇത്ര. അപ്പോൾ അത് വെച്ചിട്ട് ഓരോ എമൗണ്ടിൽ എത്രയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 5 lakh എത്രയാണ് കോൺട്രിബ്യൂഷൻ വരിക, ഇപ്പോൾ ഈ എമൗണ്ടിൽ എത്രയാണ് കോൺട്രിബ്യൂഷൻ വരിക നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പി വി റേഷ്യോ ആണ് എടുക്കുന്നത്. അതാണ് ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. 100ൽ ഇത്ര എന്നുള്ളത്. അത് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇതിൻ്റെ ആൻസർ 1,12,500 വരും. അതായത് 3,75,000 സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ 1,12,500 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് അറിയാൻ പറ്റും. അപ്പോൾ അത് കുറക്കണം. ഫിക്സ്ഡ് കോസ്റ്റ് 90,000 ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
നമുക്കത് കുറച്ച് നോക്കാം, അപ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോൺട്രിബ്യൂഷൻ കിട്ടി, അതൊന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ച്, അപ്പോൾ എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി. അതായത് ഈ ഒരു നമ്മളിപ്പോൾ ചെയ്തത് ഈ ഒരു ഭാഗമാണ്. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് 3,75,000 കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് എല്ലാം ഉണ്ട്, അത് കുറച്ചപ്പോൾ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നേരെ മറിച്ച് നമ്മളിപ്പോൾ ബ്രേക്ക് ഓൺ പോയിന്റിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് ആ 60% ലെവൽ സെയിൽസിൽ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ, അതായത് 3 lakh നേരത്തെ കുറച്ച് മുമ്പ് ചെയ്തത്, അവിടെ നിന്നാണ് നമ്മൾ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് ഓർക്കുന്നെങ്കിൽ പ്രോഫിറ്റ് 0 ആയിരിക്കും. നമുക്ക് അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഇത്രയും വന്നതല്ലേ. ഈ കേസിലെ ബ്രേക്ക് ഓൺ പോയിന്റ് എന്ന് പറയുന്നത് 3 lakh ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫുൾ കപ്പാസിറ്റിൻ്റെ 60% എന്ന് പറയുന്നത് 3 lakh ആണ് ഇതിൻ്റെ ബ്രേക്ക് ഓൺ പോയിന്റ്. അപ്പോൾ നമുക്ക് 3 lakhൻ്റെ കോൺട്രിബ്യൂഷൻ കണ്ടു നോക്കാം. അതായത് 3 lakh × 30/100. ഇതാ 3 lakh, അതായത് ബ്രേക്ക് ഓൺ പോയിന്റ് ആണ്. അതിൻ്റെ അവിടെയുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ 3 lakhൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്, സെയിൽസ് 3 lakh ആകുമ്പോൾ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഇത് സോൾവ് ചെയ്താലും 90,000 കിട്ടും. ഇനി നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് ഓർക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 90,000 ആണ്. അല്ല 90,000 ആണ്. ആൻസർ എത്രയാണ്? 0. അപ്പോൾ ഇതെന്താണ്? ബ്രേക്ക് ഓൺ പോയിന്റ് ആണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. അതായത് അറ്റ് ബ്രേക്ക് ഓൺ പോയിന്റ്, അത് നമ്മൾ അങ്ങനെ ആക്കുന്നതല്ല, അങ്ങനെ ആണ് അവിടെ വരിക. അതാണ് ഈ സിസ്റ്റം. അറ്റ് ബ്രേക്ക് ഓൺ പോയിന്റ് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ്. അതായത് ആ പോയിന്റ് എന്ന് പറയുന്നത് ദർ ഇസ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ലാത്തൊരു പോയിന്റാണ്. അപ്പോൾ ഓക്കെ.